ഈ മൃഗസംരക്ഷണ മേഖലയിലുള്ള ഈ 5 വകുപ്പുകളെ എവിടെയാണ് ഇത് സംയോജിക്കപ്പെട്ട അല്ലെങ്കിൽ ഏകോപിച്ച് പ്രവർത്തിക്കുന്നതെന്നുള്ള എൻ്റെ ഒരു തീക്ഷ്ണമായ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ദൃഷ്ടിയിൽ ആദ്യം ഈ പഞ്ചായത്ത് പെടുന്നത്. പശുവിനെ പാലിന് മാത്രം ആശ്രയിക്കാതെ പാലിൽ നിന്നും ചാണകത്തിൽ നിന്നുമെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതുവഴി അധിക വരുമാനം ഉറപ്പുവരുത്താൻ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. വളത്തിൽ നിന്ന് നമ്മൾ ബയോഗ്യാസ്, ഞാൻ 3 വർഷമായിട്ട് ബയോഗ്യാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ പാചകവും ഞാൻ ബയോഗ്യാസ് തന്നെയാണ് ചെയ്യുന്നത്. ചാണകം ഉപയോഗിച്ച് ചാണക വരളി ഉണ്ടാക്കി ആവശ്യാനുസരണം ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വരളിക്ക് 2 രൂപ വെച്ച് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ പനീർ ഉണ്ടാക്കുന്ന വനിതയാണ് ഇത്. ഓർഡർ അനുസരിച്ചിട്ട് പനീർ ഹോട്ടലുകൾക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കല്യാണ ആവശ്യങ്ങൾക്ക് സംഭാരം, പാൽപ്പായസം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വില കിട്ടുന്നുണ്ട്. ശുദ്ധമായ പാൽ നാട്ടുകാർക്ക് വിതരണം ചെയ്യുക എന്നതാണ് കണ്ണാടി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി. പാൽ വിതരണം ചെയ്യുന്ന പാത്രത്തിന്റെ വൃത്തി മാത്രമല്ല, പശു ജീവിക്കുന്ന ചുറ്റുപാടും പാൽ കറക്കുന്ന രീതിയും ഒക്കെ കൃത്യമായി ആസൂത്രണം ചെയ്താണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ശുദ്ധമായ പാൽ നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നത്. പശു എങ്ങനെ കിടന്നാലും അകിടിൽ ചാണകം പുരളുന്നില്ല എന്നതാണ് പദ്ധതിക്ക് വേണ്ടി ശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള തൊഴുത്തുകളുടെ പ്രത്യേകത. ഇതിനായി 2 സ്പേസർ പോളുകൾ 93 സെന്റിമീറ്റർ അകലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ വൃത്തിയാക്കാവുന്ന രീതിയിലാണ് ചാണകച്ചാലും മൂത്രച്ചാലും നിർമ്മിച്ചിരിക്കുന്നത്. ഭൂനിരപ്പിൽ നിന്നും 1 അടി ഉയരത്തിലാണ് തൊഴുത്തിന്റെ തറ സ്ഥിതി ചെയ്യുന്നത്. നല്ല വായുസഞ്ചാരം ലഭിക്കത്തക്ക വിധത്തിൽ നിർമ്മിച്ചിട്ടുള്ള തൊഴുത്തിൽ 24 മണിക്കൂറും പശുക്കൾക്ക് വെള്ളം നൽകുന്നതിനുള്ള ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റവും ശുചിയായ പാലുൽപാദനത്തിനുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു പെട്ടിയും സ്ഥാപിച്ചിട്ടുണ്ട്. വായവട്ടം കുറഞ്ഞതും അടച്ചു വെക്കാവുന്നതുമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് കറവയ്ക്കായി ഉപയോഗിക്കുന്നത്. അകിട് വൃത്തിയാക്കിയതിനു ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകുന്നു. തുടർന്ന് ടവൽ കൊണ്ട് തുടയ്ക്കുന്നു. മിൽക്ക് പാഡിൽ കറന്നെടുക്കുന്ന ആദ്യത്തെ പാലിൽ കാലിഫോർണിയ മാസ്റ്റേറ്റിസ് ടെസ്റ്റ് റിയേജന്റ് ഒഴിച്ച് അകിടുവീക്കം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. തുടർന്ന് കറവ ആരംഭിക്കുന്നു. അകിടുവീക്കം തടയുന്നതിനായി മുലക്കാമ്പ് പൊവിഡോൺ അയഡിൻ ലായനിയിൽ മുക്കുന്നു. കറന്നെടുത്ത പാൽ ചില്ലുകുപ്പികളിൽ നിറച്ചതിനു ശേഷം ഈ കുപ്പികൾ ഫുഡ് ഗ്രേഡ് കോർക്ക് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഓരോ പശുവിന്റെ കോഡ് നമ്പറും കുടുംബശ്രീയുടെ മുദ്രയും പതിച്ചിട്ടുള്ള പേപ്പർ ഉപയോഗിച്ച് കുപ്പിയുടെ കോർക്ക് സീൽ ചെയ്യുന്നു. ഇതോടെ പാൽക്കുപ്പികൾ വിപണനത്തിന് തയ്യാറാകുന്നു. വിവിധ പശുക്കളുടെ പാൽ കൂട്ടിച്ചേർക്കുന്നില്ല എന്നത് ഈ പദ്ധതിയുടെ ഒരു സവിശേഷതയാണ്. പാല് വിൽക്കാനായി കുടുംബശ്രീയിലെ 4 മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളാണ് പോകുന്നത്. ഇന്ന് ഒരാൾ ലീവാണ്, അതുകൊണ്ട് ഞാൻ സഹായിക്കാൻ തീരുമാനിച്ചു. ചേച്ചി, എവിടേക്കാണ് പാല് കൊണ്ട് കൊടുക്കുന്നത്? പാല് കണ്ണാടി പഞ്ചായത്തിന്റെ അകത്തും ടൗണിലും ഉണ്ട്. അതായത് കോളനികള്, ഫ്ലാറ്റ്. എത്ര രൂപ കിട്ടും ഒരു ലിറ്ററിന്? ലിറ്ററിന് 24 രൂപ. 20 രൂപ ഉപഭോക്താക്കൾക്കും 4 രൂപ ഞങ്ങൾക്കും. കണ്ണാടിയിൽ ഇപ്പോൾ എത്ര പശുക്കളുണ്ട്, ഒരു ദിവസം എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു, എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉൽപ്പാദനക്ഷമത? 1000-ഓളം പശുക്കളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതാണ്ട് 850ഓളം വീടുകളിലായിട്ടാണ്. ഇത് 1000-ഓളം കറവ പശുക്കളാണ്, ഇൻ മിൽക്ക് പശുക്കളാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ പശുക്കൾ 1800ഓളം വരുന്നുണ്ട്, കുട്ടികളും മറ്റും എല്ലാം അടക്കം. കറവയുള്ള പശുക്കൾ മാത്രം 1000 എന്നോളമുണ്ട്. ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതികളാണ് നമ്മൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ 5 കൊല്ലം മുമ്പ് ഏകദേശം ഒരു 5.5 ലിറ്റർ ആയിരുന്നു ഒരു പശുവിൻ്റെ ആവറേജ് ഉൽപ്പാദനം. അതിപ്പോൾ ഏകദേശം 7.5 ലിറ്റർ ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പൊ പ്രതിദിന ഉൽപാദനം ഏകദേശം 7516 ലിറ്ററോളം വരും. 7516 ലിറ്റർ. ആധുനിക രീതിയിലുള്ള കന്നുകാലി സംരക്ഷണം. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയൊരു തൊഴിലെടുത്ത് കാണുന്നത്. അല്ലെ, പുള്ളിക്കാർ കാണിച്ചു തന്നില്ല, ഒരുപക്ഷെ അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് പ്രചരിക്കാത്തത്? ഉണ്ട് സർ, തീർച്ചയായും. ഞങ്ങളിപ്പോൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അവിടെ ഒരു ശില്പശാല നടത്തിയുണ്ടായി. ഏകദേശം 200ഓളം പഞ്ചായത്തുകൾ അവിടെ പങ്കെടുത്തു. ഇവിടെ വരുന്ന പല പഞ്ചായത്തുകളും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പഞ്ചായത്തുകൾ ഇപ്പോൾ ഇത് ആരംഭിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്
നല്ല പാലുണ്ടാക്കുക, അത് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അനുമോദനങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരു സമ്പൂർണ്ണ ആട് ഗ്രാമമാകാനുള്ള ശ്രമത്തിലാണ്. ആദ്യത്തെ വർഷം 150-ൽ പരം ആടുകളെയാണ് പഞ്ചായത്ത് വിതരണം ചെയ്തിരുന്നത്. ഇങ്ങനെ ലഭിച്ച ആടുകളുടെ പെൺ ആട്ടിൻകുട്ടികളെ തിരികെ നൽകണമെന്നതാണ് വ്യവസ്ഥ. ഈ പെൺ ആട്ടിൻകുട്ടികളെ പഞ്ചായത്തിലെ മറ്റംഗങ്ങൾക്ക് കൈമാറുന്നു. അങ്ങനെ 3700-ൽ പരം ആടുകൾ ഈ പഞ്ചായത്തിന് സ്വന്തമായുണ്ട്. പഞ്ചായത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ചൂഷണം ചെയ്തുകൊണ്ട് പരമാവധി ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയും പഞ്ചായത്തുകൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അവരെ ജലസമൃദ്ധമാക്കുന്ന കാര്യങ്കോട് പുഴയിൽ കല്ലുമ്മക്കായ കൃഷി ചെയ്താണ് ശ്രദ്ധേയമായത്. പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിലും കാര്യങ്കോട് പുഴയിലും കൈവഴികളിലുമുള്ള ജലസമ്പത്തിനെ ആശ്രയിച്ചാണ് ചെറുവത്തൂർ പഞ്ചായത്ത് ഉൽപാദന മേഖലയിൽ അവരുടെ പ്രധാന പദ്ധതികൾ ആവിഷ്കരിച്ചത്. ചെറുവത്തൂർ പഞ്ചായത്തിലെ കല്ലുമ്മക്കായ കൃഷി കാണാനാണ് ഇന്നത്തെ നമ്മുടെ റിസ്കി യാത്ര. 42 യൂണിറ്റുകളിലായി ഏകദേശം 756ഓളം കുടുംബങ്ങളാണ് ഈ മേഖലയെ തങ്ങളുടെ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളും പുരുഷ സഹായ സംഘങ്ങളും ഒരുപോലെ ഈ കൃഷി നടത്തിവരുന്നു. ഇതാണ് കല്ലുമ്മക്കായ. ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിലെ സമൃദ്ധമായ പൊതുകുളങ്ങളെയും സ്വകാര്യ കുളങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് മത്സ്യകൃഷി എന്ന ആശയമാണ് നടപ്പിലാക്കിയത്. പഞ്ചായത്തിന്റെ ഇത് ഫിഷറീസ് കോളേജിന്റെ സഹകരണത്തോടുകൂടി ഇവിടെ പൊതുക്കുളങ്ങളിൽ ഇത് തണ്ണീർമുക്കം പഞ്ചായത്തിലാകെ 9 പൊതുക്കുളങ്ങളുണ്ട്. അതിലൊരു കുളമാണ് വെള്ളിയാകുളം എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ അവരുടെ സഹായത്തോടുകൂടി ഞങ്ങൾ മത്സ്യകൃഷി തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച് ഞങ്ങളത് തുടങ്ങിയിരിക്കുകയാണ്. ഗ്രാമതല കാർഷിക വികസന പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ വളരെയധികം ഏജൻസികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. കൃഷിയുടെ മേഖലയിലാണെങ്കിൽ തന്നെ 10-14 ഏജൻസികൾ കാർഷിക വികസന മേഖലയിൽ ഗ്രാമതലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കൃഷി ഏതെല്ലാം മേഖലയിൽ ആസൂത്രണം ചെയ്താലും അതിൻ്റെ ഗുണഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഗ്രാമതലത്തിലെ കൃഷിയിടങ്ങളിൽ അത് യാഥാർത്ഥ്യമാകണം. പഞ്ചായത്തുകൾ, കേരളത്തിലെ പല പഞ്ചായത്തുകളിലെ നിരവധി പഞ്ചായത്തുകൾ വിവിധ വകുപ്പുകളുടെ വികസന ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി ഏകോപിപ്പിച്ചിരിക്കുന്നു. ആ ഏകോപനത്തിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദന മേഖലയിൽ ഉയർച്ച ഉണ്ടായി എന്ന് മാത്രമല്ല, വിശേഷിച്ചും തരിശു നിലങ്ങൾ വീണ്ടും കൃഷി ഉപയുക്തമാക്കുന്നതിലും വളം ചേർക്കുന്നതിലും ജൈവ കൃഷി പ്രചരിപ്പിക്കുന്നതിലും പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലും എല്ലാം ഇതിൻ്റെ പ്രതിഫലനം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല നല്ല മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മാതൃകകളുടെ സൃഷ്ടിക്കുന്നതിൻ്റെ രഹസ്യം നമ്മൾ ചുഴിഞ്ഞു നോക്കുമ്പോൾ അതിൽ വ്യക്തമാകുന്ന ഒരു സത്യം, വളരെ നല്ല പോലെ വിവിധ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ പഞ്ചായത്തുകൾ നല്ല, സത്യം പറഞ്ഞാൽ സുവർണ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാമെന്ന് മാത്രമല്ല, കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായവും ലാഭവും അധികരിപ്പിക്കാനും കഴിയും. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഓരോ യാത്രയും ആവേശകരമായ അനുഭവമാണ്. ഓരോ പ്രദേശത്തിന്റെയും പരിമിതികൾ തിരിച്ചറിഞ്ഞും സാധ്യതകൾ ഉൾക്കൊണ്ടും പഞ്ചായത്തുകൾ ആവിഷ്കരിക്കുന്ന വികസന മാതൃകകൾ അവർ നടപ്പിലാക്കുന്നത് അനന്തമായ സർഗശേഷി ഉപയോഗിച്ചുകൊണ്ടാണ്. ഗ്രീൻ കേരള എക്സ്പ്രസ് സഞ്ചരിച്ച ഓരോ പഞ്ചായത്തിലെയും അധികാരികളുടെയും ജനങ്ങളുടെയും ഉന്മേഷവും ആവേശവും ഒക്കെ തീർച്ചയായും നമുക്ക് പകർന്നു നൽകുന്നത് മനോഹരമായി ജീവിക്കാനുള്ള ഊർജ്ജമാണ്. കൃഷിയിലെ നവീകരണം എന്ന് പറഞ്ഞാൽ പുതിയ ശാസ്ത്ര സങ്കേതങ്ങൾ പ്രയോഗിക്കാൻ കൃഷിക്കാരെ നാം തൽപരരാക്കുകയല്ല, പ്രാപ്തരാക്കുന്നതാണ്. അതിന് പല പഞ്ചായത്തുകളും അവരവരുടെ പ്രദേശങ്ങളിലെ കാർഷിക വികസന കേന്ദ്രങ്ങൾ, ഇപ്പോൾ CPCRI, കാർഷിക സർവകലാശാല, ഇതുപോലുള്ള പല ഏജൻസികളുമായി ഒത്തൊരുമിച്ച് പുതിയ സാങ്കേതിക പ്രവർത്തനങ്ങൾ, അതായത് കാർഷികോൽപ്പന്നങ്ങളെ കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അതിനുള്ള പരിശീലനം നൽകി അതുണ്ടാക്കി വിൽക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഗ്രാമസ്ത്രീകളെയും മറ്റും പ്രാപ്തരാക്കുന്ന മാതൃകകൾ പല പഞ്ചായത്തുകളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതും വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇത് എത്രത്തോളം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതോ അത്രത്തോളം കൂടുതൽ ഗുണഫലങ്ങൾ കൃഷിക്കാർക്ക് കിട്ടുകയും കൃഷിയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുകയും ചെയ്യും.
ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ കാഴ്ചവെച്ച വികസനത്തിന്റെ ദൃശ്യങ്ങളുമായി വീണ്ടും നാളെ. നന്ദി, നമസ്കാരം. തളിരിലയും കനിയാർന്നു താഴ്ന്നുലഞ്ഞൊരു കൊമ്പും മഞ്ഞും ഇളവയിലും വേറെങ്ങുണ്ടോ? ഈ ജന്മം നമ്മൾക്കായി തന്നൊരുക്കിയൊരമ്മയ്ക്കായി പകരം നാം എന്താണോ നൽകുന്നു? ഈ ജന്മം നമ്മൾക്കായി തന്നൊരുക്കിയൊരമ്മയ്ക്കായി പകരം നാം എന്താണോ നൽകുന്നു? താഴെ നിന്നീ കാതൽ തമ്മിൽ കൊത്തുന്നു, മേലെ നമ്മൾ വാഴും നേരം നോക്കാതെ. ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. മണ്ണിൽ തെളിവിന്നിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ, കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ, കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ചിരമെത്ര പരസ്പര ബന്ധിതമാണെല്ലാം, ഇതിൽ നാം ഇഴ ചേർന്നവർ താളതരംഗങ്ങൾ. അവിരാമഭംഗുരമീലയമൊഴുകുമ്പോ അതിലാരും അപശ്രുതി ചേർക്കരുതേ നാളെ. ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.